Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? Let's start today's class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, we were learning about PowerPoint. So today we will learn how to add a new slide to a PowerPoint. അപ്പോൾ PowerPoint എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഐഡിയ ഒരു ഓഡിയൻസിന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PowerPoint ഉപയോഗിക്കുന്നത്. ഹൗ ടു ആഡ് എ ന്യൂ സ്ലൈഡ് ടു എ PowerPoint? ദർ ആർ ടു വേസ്. ആദ്യം ആഡ് ന്യൂ സ്ലൈഡ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു PowerPoint വിൻഡോയിൽ ഏറ്റവും സൈഡിലൊരു സ്ലൈഡ് പ്രീവ്യൂ പെയിൻ ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന സ്ലൈഡുകളുടെ പ്രീവ്യൂ കാണുന്ന സ്ലൈഡ് പ്രീവ്യൂ പെയിൻ ഉണ്ട്. ദർ ഈസ് എ സ്ലൈഡ് പ്രീവ്യൂ പെയിൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വിൻഡോ. ദർ you want to insert a new slide. If you want to insert a new slide, suppose you have to insert a new slide between 2 and 3. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ലൈഡിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ മൗസ് പോയിൻ്റ് വെച്ചിട്ട് Ctrl+M ക്ലിക്ക് ചെയ്താൽ, പ്രസ് ചെയ്താൽ ന്യൂ സ്ലൈഡ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ബിറ്റ്വീൻ ദം. ഏറ്റവും അവസാനമാണ് ന്യൂ സ്ലൈഡ് ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തത് സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+M ചെയ്താൽ യു ക്യാൻ ആഡ് എ ന്യൂ സ്ലൈഡ്. ദിസ് ഈസ് വൺ മെത്തേഡ്. കീബോർഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ് ഇത്, Ctrl+M എന്ന് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ആഡ് എ ന്യൂ സ്ലൈഡ് using another method, in the home tab, ഇത് ടാബാണ്, ഹോം ടാബിൽ ന്യൂ സ്ലൈഡ് ഓപ്ഷൻ ഉണ്ട്. ഹോം ടാബിൽ there is an option called a new slide, and in the new slide option there will be many type of layouts available. പലതരം ലേഔട്ട്സ് കാണാൻ പറ്റും. ആ ലേഔട്ട്സിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ലേഔട്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. സോ the other method is, in the home tab you have an option called new slide. When you click this new slide, there will be a drop down with many figures. In that ഏത് ലേഔട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. If you have to add a title to the presentation, നിങ്ങൾക്ക് ടൈറ്റിലിന് പറ്റിയൊരു സ്ലൈഡ് തിരഞ്ഞെടുക്കാം. You can select a slide with title only എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഔട്ട്, ഒരു ഡിസൈൻ യു ക്യാൻ സെലക്ട്. ഒരു ഹെഡർ വേണം, ഒരു ബോഡി വേണം, അങ്ങനെയുള്ളൊരു സ്ലൈഡാണ്. ഹെഡിങ് എഴുതിയിട്ട് താഴെ എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് എഴുതാനുള്ള ടൈപ്പ് ഓഫ് സ്ലൈഡ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇഫ് യു വാണ്ട് എ ടൈപ്പ് ഓഫ് സ്ലൈഡ് വെയർ യു ഹാവ് എ ഹെഡർ, യു ഹാവ് സം പോയിൻറ്റ്സ്, ദെൻ യു ക്യാൻ ആഡ് ദ സെക്കൻഡ് വൺ, ഹെഡർ വിത്ത് മെനി പോയിൻറ്റ്സ്. അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഡിസൈൻ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെ നിന്ന്. ദർ വിൽ ബി മെനി അതർ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ദ new slide. These are the ways for creating or adding a new slide. Now, when we are making a PowerPoint, the main aim is to keep the audience എപ്പോഴും കോണ്ടാക്റ്റിലിരിക്കണം, അല്ലേ? നമ്മൾ പറയുന്ന ആളുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലിരിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ അഡീഷൻസ് ചെയ്യും? ഇമേജസ് ആഡ് ചെയ്യും, ഓഡിയോ വീഡിയോസൊക്കെ ആഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇമേജസ്, ഹൗ ടു ഇൻസേർട്ട് ഇമേജസ് ഇൻ ദ PowerPoint, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആഡിങ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ടു എ സ്ലൈഡ്. ഹൗ ടു ആഡ് ആ ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ടു എ സ്ലൈഡ്. ആഡ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ്.
ആഡ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് അല്ലേ, നല്ല ഭംഗിയുള്ള ഇമേജസ് വേണം. യു വാണ്ട് ബ്യൂട്ടിഫുൾ ഇമേജസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ യുവർ പവർ പോയിൻറ്റ്. സോ ഇൻ ദ വിൻഡോ ആ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് മെയിൻ സ്ലൈഡ് ഉണ്ടല്ലോ, ആ വൈറ്റ് കളർ, ഈ വൈറ്റ് കളറിൽ there will be a dotted, നിങ്ങളുടെ പ്രിവ്യൂ പോലെ ഇരിക്കും, നിങ്ങൾ ഏത് ലേ ഔട്ട് തീരുമാനിക്കുന്നു ആ ലേ ഔട്ട് അനുസരിച്ച് there will be two boxes like this. ഇത് ഹെഡറിൻ്റെ ബോക്സ്, ഇത് ടൈറ്റിൽ ബോഡിയുടെ ബോക്സാണ്. അപ്പം ഈ ബോക്സിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലേസ് ഹോൾഡർ എന്നാണ്. പ്ലേസ് ഹോൾഡർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ there will be two place holders. ഈ ഒരു സിറ്റുവേഷനിൽ there are two place holders. ഈ പ്ലേസ് ഹോൾഡറിൽ എന്നുവെച്ചാൽ ഡോട്ടഡ് റെക്റ്റാങ്കുലർ ബോക്സസ് ഈസ് കോൾഡ് പ്ലേസ് ഹോൾഡേഴ്സ്. there are separate place holders for title and body അല്ലേ, അല്ലെങ്കിൽ ടെക്സ്റ്റ്. if you want to delete or move or resize a place holder, ഒരു പ്ലേസ് ഹോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡോട്ടഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഡോട്ടഡ് സ്ട്രക്ചറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഡിലീറ്റ് ഓപ്ഷൻ കാണാം, അത് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ റീസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് ഹോൾഡറിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. സോ യു ഹാവ് ടു ടച്ച് ടു ദ ഡോട്ടഡ് ലൈൻ യൂസിങ് ദ മൗസ് പോയിൻറ്റർ. ടച്ച് ദ ഡോട്ടഡ് ലൈൻ യൂസിങ് ദ മൗസ് പോയിൻറ്റർ. എന്നിട്ട് മൗസിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റീസൈസ് ചെയ്യാം. വെൻ യു യൂസ് ദ മൗസ് ഇൻ യുവർ മൗസ് നിങ്ങളുടെ ഹാൻഡിലായിരിക്കും അല്ലേ. സ്ക്രീനിൽ നോക്കുക, മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എവിടെയായിരിക്കണം മൗസിൻ്റെ പോയിൻ്റർ സ്ക്രീനിൽ വരേണ്ടത്? ദ മൗസ് പോയിൻ്റർ മസ്റ്റ് ബി ഇൻ ദ ഡോട്ടഡ് ലൈൻ. ഇൻ ദ ഡോട്ടഡ് ലൈൻ ദ മൗസ് പോയിൻ്റർ മസ്റ്റ് ബി ദെയർ. അപ്പം അവിടെ ഒരു ആരോ മാർക്ക് തെളിയും. നമ്മളുടെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ ഈ ഡോട്ടഡ് ലൈന് റീസൈസ് ചെയ്യാൻ തയ്യാറാകുമ്പം ഒരു പെർട്ടിക്കുലർ ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഈ ഒരു ആരോ മാർക്ക് കണ്ടാൽ മനസ്സിലാക്കിക്കൊണ്ടാൽ അത് റീസൈസ് ചെയ്യുന്ന ആരോ മാർക്കാണ്. ഈ ആരോ മാർക്ക് കാണുമ്പോൾ നമുക്ക് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസിനെ ഡ്രാഗ് ചെയ്യുക. സോ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ചെറുതാകുകയും വലുതാകുകയും ചെയ്ത പ്ലേസ് ഹോൾഡേഴ്സ് വിൽ റീസൈസ് ദ ബോക്സ്. അങ്ങനെ നമുക്ക് റീസൈസിങ് ദ പ്ലേസ് ഹോൾഡർ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾസോ മൂവ് ദം. ഒരു സ്ഥലത്ത് മൂവിങ്ങിൻ്റെ ഇതാണ് മൂവിങ്ങിൻ്റെ ഐക്കോൺ. ഈ ഒരു കേഴ്സർ വരുന്ന സമയത്ത് മൂവ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഈ കേഴ്സർ വരുന്ന സമയം വരെ യു മസ്റ്റ് അഡ്ജസ്റ്റ് ദ പോയിൻറ്റർ ആൻഡ് ദെൻ ജസ്റ്റ് ഡ്രാഗ് ദ മൗസ് ഹിയർ ആൻഡ് ദെയർ. യു ക്യാൻ move the placeholder to any position you prefer. That is how you move the placeholder. Now next you have to insert image. ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒരു ഫ്ലവറിൻ്റെ ഇമേജ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ട്. You have an image of a flower in your computer. Now you have to insert the image of the flower in the PPT. Firstly you have to click on insert tab. ഏത് ടാബാ? ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്താൽ in that insert tab you will have many options. ആ ഓപ്ഷൻസിൽ you have pictures. ഇൻസേർട്ട് ടാബിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇൻസേർട്ട് ടാബിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. വെൻ യു ക്ലിക്ക് പിക്ചേഴ്സ് ദ വിൻഡോ വിൽ ഓപ്പൺ. ഈ വിൻഡോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഡെസ്റ്റിനേഷനിലാണ്, ഇൻ വിച്ച് ഡെസ്റ്റിനേഷൻ ദ ഫ്ലവർ ഓഫ് ദ പിക്ചർ ഈസ്. ഈ പിക്ചർ എവിടെയാണുള്ളത്? ഈ പിക്ചർ ഓഫ് ദ ഫ്ലവർ വിൽ ബി മേ ബി ഇൻ ദ ഡിസ്ക് ഡ്രൈവ് ഡി, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഇൻ ദ ഡെസ്ക് ടോപ്പ്. അപ്പോൾ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യണം. ഡെസ്റ്റിനേഷൻ എവിടെയാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ദെൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദ പിക്ചർ യു വാണ്ട് ഓർ ക്ലിക്ക് ഓപ്പൺ. ഈ പേജ് നമ്പർ 63, on page number 63 you can find out that
the new window opens up. There is a picture in page number 63. A new window has opened up, and there are many pictures in this PC. Drive C users അതിനകത്ത് പിക്ചേഴ്സിലാണ് ഈ ഒരു പിക്ചറിൻ്റെ ഗ്രൂപ്പ് ഉള്ളത്. അതിനകത്ത് നിന്നൊരു പിക്ചറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ സെലക്ട് എനി പിക്ചർ ആൻഡ് ദെൻ ക്ലിക്ക് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതാണ് ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 63 ആ ഒരു ഇതുണ്ട്, വിൻഡോ കാണാം. വിൻഡോ ഒരു കൊച്ചു വിൻഡോ വരും. ആ വിൻഡോയിൽ ആ അഡ്രസ്സ് എവിടെയാണ് നിങ്ങൾക്ക് സി ഡ്രൈവിൽ യൂസേഴ്സിലാണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ പോവുക. എന്നിട്ട് ഏത് പിക്ചറാണ് സെലക്ട് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ആ പിക്ചർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ആ പിക്ചർ എവിടെ വരും? ഈ സ്ലൈഡിൽ ആ പിക്ചർ തെളിഞ്ഞു വരും. ഏത് പിക്ചറാണ് വേണ്ടുന്നത് ആ പിക്ചർ ഈ സ്ലൈഡിൽ വരും അല്ലേ? ദാറ്റ് പിക്ചർ വിൽ ബി ഓപ്പൺഡ് ഇൻ ദാറ്റ് സൈഡ്. സോ ദ മെത്തേഡ് ടു ഇൻസേർട്ട് പിക്ചേഴ്സ് ഈസ് ഫസ്റ്റ്ലി ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ്. ഇൻ ദാറ്റ് ക്ലിക്ക് പിക്ചേഴ്സ്. ദെൻ എ വിൻഡോ ഓപ്പൺസ് അപ്പ്. You find out the destination of your picture. Click the picture and select open. Then the picture will be open in front of you in the slide. Now reviewing a presentation. അപ്പം ഒരു പിക്ചർ ഇങ്ങനെ ആഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു പ്രസൻറ്റേഷൻ ഫുള്ള് ഇങ്ങനെ ഇതുപോലെ പിക്ചേഴ്സും ടെക്സ്റ്റും ഒക്കെ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടൈപ്പ് ചെയ്താൽ മതി അല്ലേ? എവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ളത് അവിടെ കൊണ്ടുപോയി കഴ്സർ പോയിൻ്റർ വയ്ക്കുക, ജസ്റ്റ് ടൈപ്പ്. അതേ ഉള്ളൂ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഫോമാറ്റ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 10 slides, I made 10 slides for my project. Now I have to review my slide അല്ലേ? For reviewing a presentation, ഇത് ഫുള്ളും ഒരു ഗ്രൂപ്പിനെ പ്രസൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. For reviewing my presentation I have to pick out slide show. എന്താണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഫോർ റിവ്യൂവിങ്. സ്ലൈഡ് ഷോ കേട്ടോ. what it is called as slide show. എന്തിനാണ് ഇത് ചെയ്യുന്നത്? റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർ റിവ്യൂവിങ് ദ പ്രസൻറ്റേഷൻ. അത് ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഐ യൂസ് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ എന്ന് പറയുന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ആനിമേഷൻസിൻ്റെ തൊട്ടിപ്പുറത്താണ് ആ സ്ലൈഡ് ഷോ ഉള്ളത്. സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് ഐ ഹാവ് എ 10 സ്ലൈഡ്, ആ 10 സ്ലൈഡ്സും 1 by 1 ആയിട്ട് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് സ്ക്രീനിൽ ഒരു സ്ലൈഡ് ഷോൻ്റെ ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചു. അടുത്ത മൗസ് ക്ലിക്ക് ചെയ്യുമ്പം സ്ക്രീനിൽ രണ്ടാമത്തെ സ്ലൈഡ് കാണും. ഫസ്റ്റ് സ്ലൈഡ് മാറി രണ്ടാമത്തെ സ്ലൈഡ് കാണും. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്ലൈഡ് മാറി മൂന്നാമത്തെ സ്ലൈഡ് കാണും. അങ്ങനെ ഓരോ സ്ലൈഡായിട്ട് മാറി കാണാൻ പറ്റും. യു ക്യാൻ സീ ദ സ്ലൈഡ്സ് കമ്മിങ് വൺ ആഫ്റ്റർ ദ അതർ വെൻ യു ക്ലിക്ക് ദ മൗസ്, അല്ലെങ്കിൽ ആഫ്റ്റർ സം സെക്കൻഡ്സ്. ഒരു സ്ലൈഡ് കഴിയും, കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത സ്ലൈഡ്, കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത സ്ലൈഡ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്കത് സെറ്റ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി ആവണോ അതോ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ മാറാവോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ചൂസ് the time for changing the slides also അല്ലേ? യു ക്യാൻ മേക്ക് സം ഡിസൈൻസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ദം. ട്രാൻസിഷൻസിന് ഡിസൈൻസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. ഓക്കെ, now for reviewing you have to do the slide show. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ചെയ്യാം. അതായത് ഫസ്റ്റ് സ്ലൈഡ് മുതൽ 10th സ്ലൈഡ് വരെ എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതർവൈസ് യു ഹാവ് ടു ക്ലിക്ക് ഫ്രം കറണ്ട് സ്ലൈഡ്. അതായത് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് മുതൽ എനിക്ക് കണ്ടാൽ മതിയെങ്കിൽ സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. ഫ്രം കറണ്ട് സ്ലൈഡ് യു ഹാവ് ടു ക്ലിക്ക്. അപ്പം these are the options for reviewing the presentation. Why do you review a presentation? We review to understand if there is any mistake or if the presentation is good or bad അല്ലേ? ഒന്നും കൂടെ ഒന്ന് നമ്മൾ ആൻസേഴ്സ് ഒക്കെ നോക്കുന്നത് പോലെ ഒന്നും കൂടെ ഒന്ന് നമ്മൾ പ്രസൻറ്റേഷൻ ഒന്ന് വിലയിരുത്തുക, നോക്കുക. That is why we review it.
If you want to delete any slide, just go to the slide preview pane in the left side. ആ preview pane ൽ നിന്ന് just click, right click and delete. If you want to delete any slide, അല്ലേ? If you want to rearrange the slide, just click on the mouse. ഇപ്പം ഫസ്റ്റ് ഉള്ള സ്ലൈഡിനെ എനിക്ക് 5th സ്ലൈഡ് ആക്കി മാറ്റണമെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദ ഫസ്റ്റ് സ്ലൈഡ് ടു 5th പൊസിഷൻ. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ദിസ് ഈസ് ഹൗ യു റീഅറേഞ്ച് ദ സ്ലൈഡ് ഓൾസോ. അപ്പോൾ എനിക്ക് ഓർഡർ ഉണ്ട്. യു ഹാവ് എ ഓർഡർ ഫോർ 1, 2, 3 and 4 സ്ലൈഡിന് ഒരു ഓർഡർ ഉണ്ട് അല്ലേ? ഇപ്പം നോട്ട്ബുക്കിൻ്റെ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടില്ലേ ചാപ്റ്റർ 2 വരുന്നത്, അത് കഴിഞ്ഞിട്ടില്ലേ ചാപ്റ്റർ 3 വരുന്നത്. ദർ ഇസ് എൻ ഓർഡർ അല്ലേ എല്ലാത്തിനും. സിമിലർലി യുവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ യുവർ പ്രസൻറ്റേഷൻ വിൽ ഓൾസോ ഹാവ് എ ഓർഡർ. ആ ഓർഡർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് സൈഡ് പ്രിവ്യൂ പെയിനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മൗസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ യു ക്യാൻ റീഓർഡർ ദ സ്ലൈഡ്സ്. Then saving and closing. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണ്? ഫോർ സേവിങ് എനി ഫയൽ യു ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട് കീ Ctrl+S. Ctrl+S means saving a file. For saving a file you can use the shortcut key Ctrl+S. അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ മാർഗം എന്താണ്? ഏറ്റവും മുകളിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇൻ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ യു ഹാവ് എ ഫ്ലോപ്പി ഡിസ്ക് ലൈക്ക് ഐക്കൺ. ദർ ഓൾസോ യു ക്യാൻ ക്ലിക്ക് ആൻഡ് സേവ്. വേറെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ Ctrl+S ആണ് ഏറ്റവും ഈസി വേ. Okay, this is a method for saving a file. After you have saved the file, just go to the cross button at the end of the window. That is, at the end of the window you will have a close button. A close button ഉപയോഗിച്ചാൽ you will quit the application. This is how you use the PowerPoint presentation. Okay, in the next class we will discuss the worksheet and all. So I hope you understood this PowerPoint class. I'm bidding goodbye. Assalamu alaikum wa rahmatullahi wa barakatuh.